بسم الله الرحمن الرحيم السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അളവില്ലാത്ത അനുഗ്രഹ കാരുണ്യങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത സ്നേഹവാത്സല്യങ്ങൾ നമുക്ക് നൽകി ഏതേതു നിമിഷങ്ങളിലും നമ്മളെ അനുഗ്രഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന നാം ഏതൊരുത്തൻ്റെ തൃപ്തിയാണോ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളത്, ആ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും അവനെ സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഈ ഉത്ബോധനത്തിൻ്റെ ആമുഖമെന്നോണം എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷനിലെ വൈകുന്നേരങ്ങളിലുള്ള നമ്മുടെ വൈജ്ഞാനിക സദസ്സുകളിൽ ദാർശനിക സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വിജ്ഞാന പരിപാടിയിലാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൂടെ, അതിൻ്റെ ലക്ഷ്യത്തിലൂടെ, അതിൻ്റെ വിശാലതകളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിലുള്ള ഒരു പ്രയാണമാണ്, ഒരന്വേഷണമാണ് ഈ പ്രഭാഷണം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ധാരാളം സവിശേഷതകളാൽ വേറിട്ടു നിൽക്കുന്നതാണ് ഈ ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ. അതിൻ്റെ ഒരന്തസത്തയാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഈ ഇൻസൈറ്റ് എക്സിബിഷൻ്റെ
അത് കണ്ടിറങ്ങുന്ന ആളുകൾക്ക് ആ കാഴ്ചകൾ അവിടെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനങ്ങളെ കടലാസിലേക്ക് പേന കൊണ്ടെഴുതി പകർത്തി നമ്മളെ അറിയിക്കുവാൻ ഒരു അഭിപ്രായക്കുറിപ്പുകൾ നിക്ഷേപിക്കുവാനുള്ളൊരു ബോക്സ് നമ്മൾ ഇൻസൈറ്റ് കണ്ട് തിരിച്ചു വരുന്നതിൻ്റെ വഴിയോരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകളും അതിൽ അഭിപ്രായങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളെ കോരിത്തരിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ അതിലുണ്ട്. ആ മുഴുവൻ അഭിപ്രായക്കുറിപ്പുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങളിൽ ഒന്ന്, എല്ലാവരും സമ്മതിക്കുന്ന, ഒരുപക്ഷെ ഈ ഇൻസൈറ്റിൻ്റെ സംഘാടകരായ സലഫി പ്രവർത്തകരോട് ആദർശപരമായി വിയോജിപ്പുള്ളവർ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിലൊന്നവർ പറയുന്നത്, ജനങ്ങൾക്ക് എത്തേണ്ട ഈ ഇസ്ലാമിനെ ഉത്തരവാദിത്വത്തോടുകൂടെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്ന സന്തോഷമാണ് അവരിൽ മിക്കവാറും ആളുകൾ പ്രകടിപ്പിച്ചത്. ഇസ്ലാമിക സംഘടനകളും മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒട്ടനവധി പരിപാടികൾ ഉണ്ടെങ്കിലും ഇസ്ലാമിൽ ജനിച്ച ആളുകൾ ഒരു സ്വകാര്യ സ്വത്തായി കൊണ്ടു നടക്കാതെ അത് നിങ്ങൾക്കെല്ലാം ഉള്ളതാണെന്ന് ആത്മാഭിമാനത്തോടെ വ്യക്തതയോടുകൂടെ പറയാൻ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ നിർവഹിച്ചത് തീർത്തും വളരെ മഹത്വരമായ ഒരു പരിപാടിയാണെന്ന് മിക്കവാറും അതിൽ അഭിപ്രായം എഴുതിയവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ആ വായനകളിൽ നമുക്ക് കിട്ടുന്നത്, ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിച്ച ഒരു പ്രവർത്തനമാണ് എന്നും ആ പ്രവർത്തനം സംഘടിപ്പിച്ചവർക്ക് വേണ്ടിയുള്ള ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും അഭിപ്രായക്കുറിപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേകം ഒരു കുറിപ്പിലെ വാചകമല്ല ഞാൻ പറഞ്ഞത്. മൊത്തം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാശയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നല്ല കാറുകളിൽ സഞ്ചരിക്കുന്ന, നല്ല വീടുകളിൽ താമസിക്കുന്ന, ഉന്നതമായ ഡിഗ്രിയിൽ നല്ല ജോലികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, മക്കളെ ആഗ്രഹങ്ങൾക്കൊത്തു വളർത്താൻ മാത്രം ജീവിത സൗകര്യങ്ങളുള്ളവർക്കുള്ളിലും പുറത്തു പറയാൻ മടിക്കുന്ന വേദനകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു സത്യമാണ്. ആരോടും പറയാതെ അടക്കിക്കൊണ്ടു നടക്കുന്ന, മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഞാനൊരു പ്രയാസത്തിലാണല്ലോ എന്ന് വിചാരിച്ച് എന്നോടൊരു സഹതാപത്തിൻ്റെ നോട്ടം നോക്കാതിരിക്കാൻ ഹൃദയം കത്തുന്ന വേദനകളെല്ലാം അടക്കിപ്പിടിച്ച് ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ ഈ എക്സിബിഷൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ തട്ടുമ്പോൾ, സമാധാനത്തിൻ്റെ ഒരു പരിഹാരം മനസ്സിൽ തെളിയുമ്പോൾ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിൽ വെച്ച് അവരത് തുറന്നു പറയുന്നുണ്ട്. ചില ആളുകൾ കരഞ്ഞും ആത്മാർത്ഥമായും ഹൃദയം തുറക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ കൗൺസിലിംഗ് സെൻ്റർ, സംശയ നിവാരണത്തിനുള്ള കേന്ദ്രം. ഒരാൾ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ വിഷയത്തിൻ്റെ തുടക്കമാകാം. ഇൻസൈറ്റ് തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് കണ്ട് വായിച്ചതിന് ശേഷം ഒരാൾ ചോദിക്കുന്നു, എത്രയോ കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രത്യേകിച്ചു ജീവിതത്തിൽ തെറ്റുകളൊന്നും അത്ര ഗുരുതരമായ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്താണ് ഞാൻ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറാത്തത്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് പടച്ചവൻ ഉത്തരം തരാത്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്നേ വരെയും നല്ലൊരു ജീവിതാവസ്ഥ എനിക്ക് കൈവരിക്കാൻ പറ്റാത്തത്? എനിക്കിനി എൻ്റെ മരണത്തിനിപ്പുറത്ത് സമാധാനകരമായ ഒരു ജീവിതം എനിക്ക് സാധ്യമാവുകയില്ലേ എന്ന് സഹോദരങ്ങളെ
ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും കർമാനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നോട്ടത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തി ഹൃദയം തുറന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും അയാൾ ചോദിച്ചു, ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം എൻ്റെ തെറ്റുകളായിരിക്കുമോ? ആ ഒരു കുറ്റബോധം മനസ്സിനെ അലട്ടുന്നെന്നു മാത്രമല്ല, ചെറിയൊരു മനസ്സമാധാനത്തിന് മരുന്ന് കഴിക്കുന്നു എന്നും അയാളുടെ നാവ് കൊണ്ട് തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു. മരുന്ന് കഴിച്ചിട്ടും പരിഹരിക്കാത്ത, കുടുംബ സാഹചര്യങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത, ഉന്നതമായ ഒരു സ്ഥാനം കൊണ്ട് പരിഹരിക്കാത്ത, ഭർത്താവിനെ കൊണ്ടും ഭാര്യയെ കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിത പ്രതിസന്ധികളിൽ മുന്നോട്ടു പോകുന്നവർ ഒരു പരിഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഇൻസൈറ്റ് ഒരു വെളിച്ചമാകുന്നുണ്ട് എന്ന കാര്യം യഥാർത്ഥത്തിൽ ഈ തിരക്കിനും ബഹളത്തിനും ഇടയിൽ നമ്മൾ അറിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാൻ ഈ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പ്രഭാഷണത്തിനു വേണ്ടി വളരെ താല്പര്യപൂർവ്വം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളും, ഈ ഇൻസൈറ്റിൽ ഓരോ ദിവസവും ഏകദേശം 1000-ഓളം ആളുകൾ, ചുരുങ്ങിയത് 1000 ആളുകൾ ആവറേജ് നമ്മുടെ എക്സിബിഷൻ ഉദ്ഘാടന ദിവസം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൂടെ കടന്നുപോയ ഓരോ വ്യക്തിയും ഈ പ്രസംഗത്തിന് വേണ്ടി ശ്രദ്ധാപൂർവം ഈ സദസ്സിൽ വന്നിരിക്കുന്നവരും എല്ലാവരും ആവശ്യപ്പെടുന്ന, ദാഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ എൻ്റെ ജീവിതാവസ്ഥകൾ ഒന്ന് മെച്ചപ്പെടുത്തുവാനും അല്പം കൂടെ സമാധാനകരമാക്കുവാനും എന്നെ സഹായിക്കുവാൻ പറ്റുമോ എന്ന ഒരു അന്വേഷണം ഏതൊരു പ്രഭാഷണത്തിന് കാതോർക്കുമ്പോഴും, ഏതൊരു എക്സിബിഷനിൽ പങ്കെടുക്കുമ്പോഴും, ദീനുമായി ബന്ധപ്പെട്ട ഏതൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ളൊരാശയമാണ്. സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, ഈ ഇന്നത്തെ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് യഥാർത്ഥത്തിൽ ജീവിതത്തെ സന്തോഷത്തോടെയും സമാധാനകരമായും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ്. പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് ജീവിക്കുവാൻ വേണ്ടിയാണ് ജീവിതം, ജീവിക്കുവാൻ വേണ്ടി ജീവിതം. സഹോദരങ്ങളെ, വലിയ ഒരു അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ധാരണ ആളുകളിൽ വരുത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ അനുകൂലമായിട്ടുണ്ടോ അതൊക്കെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി തീർത്താൽ ജീവിതത്തിന് സമാപനം കുറിക്കുന്ന മരണത്തോടുകൂടെ അധ്വാനങ്ങളെല്ലാം പാഴായിത്തീരും. ജീവിച്ചിരിക്കുമ്പോൾ മാത്രം അനുഭവിക്കാനുള്ളതേ ജീവിതത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളൂ എങ്കിൽ ആത്മാവ് വിടവാകുന്നതോടുകൂടെ ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ടി വെച്ച വിഭവങ്ങൾക്ക്, സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്നവന് മുമ്പിൽ എന്തു പ്രസക്തിയാണുള്ളത്? ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ആസ്വാദനങ്ങളാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, ആസ്വദിക്കാൻ പറ്റാത്ത ഒരു രോഗാവസ്ഥയിൽ സുദീർഘമായ ഒരു ജീവിത കാലഘട്ടം തൻ്റെ സമ്പത്തിൻ്റെയും ജീവിത സൗകര്യങ്ങൾക്കും ഇടയിൽ നിസ്സഹായനായി മലർന്നു കിടക്കേണ്ടി വന്നാൽ ആ ആസ്വാദനത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ചത് മുഴുവനും കണ്ണു നിറച്ചു കാണുമ്പോൾ ഒരു വേദനയല്ലാതെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ അയാൾക്ക് എന്തുണ്ടായിരിക്കും? നാം ആലോചിക്കേണ്ട പ്രസക്തമായ ഒരു കാര്യമാണ്. ജീവിതം ജീവിതത്തിനു വേണ്ടിയല്ല സഹോദരങ്ങളെ. ജീവിതം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും അത്ഭുതകരമായ ഒരു ഉത്തരം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നിലനിൽക്കുന്ന ചില ചോദ്യങ്ങൾ നാം ചോദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ചേ പറ്റൂ എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമായ ഒരു ആവശ്യവും നിർവഹിക്കാൻ പറ്റാത്ത വൈകല്യം നിറഞ്ഞ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നു. ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ജീവിതകാലം മുഴുവനും ആ കുട്ടിക്ക് വേണ്ടി ജീവിതം നീക്കിവെക്കേണ്ടി വരുന്നു. അവസാനം ആ കുട്ടിയെ ഇട്ടേച്ചു കൊണ്ട് വേർപ്പെടുമ്പോൾ ഇനി ഈ കുട്ടിക്കാരെന്ന വേദനയോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് വിട വാങ്ങേണ്ടി വരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിന് വേണ്ടി നിർവഹിക്കാൻ പറ്റാത്ത ആ കുഞ്ഞ് എന്തിനു ജനിച്ചു?
മാതാപിതാക്കൾ പരിചരിച്ചിട്ടും ഒരു സാധാരണ ഒരു കുട്ടിക്ക് ചെയ്യുന്നതിനേക്കാളും അധ്വാനം ചെയ്തിട്ടും ഒന്നും തിരിച്ചു കിട്ടാനില്ലാത്ത ആ കുട്ടിയെ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ അപൂർവമായെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇത്തരം അന്വേഷണങ്ങൾക്ക് എന്തോ ഒരു താല്പര്യമുണ്ടോ എന്ന് ഈ കഴിഞ്ഞ യുവജനോത്സവത്തിന്റെ പത്രവാർത്തകൾ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. സന്തോഷത്തോടുകൂടി അത് കാണുവാനും സന്തോഷത്തോടെ അതിൻ്റെ റിസൾട്ടുകൾ വായിക്കുവാനും പത്രം വായിക്കുന്നവൻ്റെ മുമ്പിൽ അവിടെ വരുന്ന കുട്ടികളുടെ വീട്ടിലെ ദയനീയമായ രംഗങ്ങളെയും അവിടെ വരുന്ന കുട്ടികളുടെ ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളെയും പത്രക്കാർ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തായിരുന്നാലും അത്തരം കുട്ടികളും അത്തരം ജീവിത സാഹചര്യങ്ങളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജീവിതം ആസ്വദിക്കാനാണ് ജീവിതമെങ്കിൽ ആസ്വാദനങ്ങൾക്ക് തടസ്സമായി ഈ വൈകല്യം നിറഞ്ഞ ഒരു കുഞ്ഞിനെ എന്തിനു സമ്മാനിച്ചു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് കരുണാമയനായ നാഥൻ? ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത ആ കുഞ്ഞിനെ സുദീർഘമായ ഒരു ജീവിതം എന്തിനനുവദിച്ചു? നാം ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പറ്റുന്ന സമയത്ത് ആസ്വദിച്ച് ജീവിക്കുക, പറ്റാത്ത സമയത്ത് കരഞ്ഞു നിലവിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിലപ്പുറം ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെയും കുറിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു സമയം നാം ജീവിതത്തിൽ കണ്ടെത്തുകയും ആ അന്വേഷണത്തിൽ ഉത്തരം കണ്ടെത്തുകയും അതിലൂടെ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും ഒരു ശരിയായ രൂപത്തിൽ മുന്നോട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തു തിരക്കും എന്ത് ഉത്തരവാദിത്വവും എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും സമാധാനകരമായി രാവും പകലും കഴിച്ചു കൂട്ടുവാനുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ വിഷയമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഈ മുഖവുരയിൽ നിന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന ഭാഷണത്തിന് വേണ്ടി ഈ പ്രസംഗത്തിൻ്റെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയം ഞാൻ ഈ പ്രസംഗത്തിൽ ഒരു ഇടവേള അനുവദിക്കുകയാണ്. അള്ളാഹു ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും നമ്മുടെ മഹത്തായ പ്രബോധന സംരംഭം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ആളുകൾക്ക് കാഴ്ചപ്പാട് നൽകുന്ന ഒരു ഇതായി തീരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ പ്രസീഡിയം നിയന്ത്രിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഇവിടെ സംബന്ധിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും നൂതനമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ്റെ നന്മകളെ ബഹുജന സമക്ഷം സമർപ്പിക്കുന്ന മഹാത്ഭുതം ഖുർആൻ എന്ന പേരിലുള്ള ഇസ്ലാമിക് എക്സിബിഷനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണിത്. ഇന്ന് ഇവിടെ നടക്കുന്നത് ദാർശനിക സമ്മേളനമാണ്. പരിശുദ്ധമായ ഖുർആനെ അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്.
ഓരോ കാലത്തിനും ദേശത്തിനും അനുസൃതമായി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരിൽ പലർക്കും പല രീതിയിലുള്ള മുഅ്ജിസാത്തുകൾ നൽകുകയും ചെയ്തപ്പോൾ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസാത്ത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ എങ്ങനെയാണ് ജനസമക്ഷം സമർപ്പിക്കേണ്ടത് എന്ന് നമ്മുടെ മുമ്പിൽ 23 വർഷത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് പരിശുദ്ധമായ ഖുർആനായിരുന്നു എന്നാണ്. പരിശുദ്ധമായ ഖുർആനായിരുന്നു എന്ന ഉത്തരം ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉത്തരമാണ്. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയും ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ഈ പർവ്വതത്തിനപ്പുറം ഒരു ശത്രു സൈന്യം വന്നു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കും എന്ന് ഒരു ജനത വിശ്വാസത്തിലെടുത്തതിന് ശേഷം അവരുടെ മുമ്പിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ് പൂർണ്ണമാക്കിയ മതം എന്ന് മാത്രമല്ല അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ആ കൂട്ടിച്ചേർക്കുന്നതൊക്കെ ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. വളരെ പൂർണ്ണതയാണ് പരിശുദ്ധമായ ഖുർആനിൽ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചു തന്ന ചര്യകൾക്കപ്പുറം എന്തെങ്കിലും നാം കൂട്ടിച്ചേർത്താൽ അത് നരകത്തിൻ്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നൽകപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നൊരു സമൂഹം അവർ ഏത് രീതിയിലാണ് പാകപ്പെടേണ്ടത് എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ ഫാത്തിഹ ശ്രേഷ്ഠമായ ദുആ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ സത്യത്തിൽ ഒരു ആമുഖമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ആമുഖമാണ്. കാരണം എങ്ങനെയാണ് ഖുർആനെ സമീപിക്കേണ്ട ഒരു ജനതയുടെ ഗുണവിശേഷം? അവർ നമസ്കാരത്തെ നിലനിർത്തുന്നവരാകണം, ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുന്നവരാകണം, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാകണം. അങ്ങനെ ഖുർആനെ സമീപിക്കുന്ന ഒരു ജനതക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളെ പരിശുദ്ധമായ ഖുർആൻ ആമുഖമായി പറയുകയാണ്. ആ ഗുണവിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി നാം മാറുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആന്റെ അകക്കാമ്പ് എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. അവിടേക്കൊരു സമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് ഇതുപോലെയുള്ള എക്സിബിഷനും ചടങ്ങുകളും ഒക്കെ നടത്തുമ്പോൾ നമുക്കുണ്ടാക്കിയെടുക്കേണ്ട നേട്ടം. കാരണം ലോകത്ത് ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലും ആ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം പരിശുദ്ധമായ ഖുർആനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ആർക്കും അത് രണ്ടഭിപ്രായമുള്ളവരുണ്ടാകില്ല. ഏത് വിഷയത്തിൻ്റെയും അന്തിമമായ ഒരു തീരുമാനം. ഇപ്പോൾ ഈ എക്സിബിഷൻ തന്നെ നടക്കുന്നത് ഏറ്റവും മോഡേൺ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം കമ്പ്യൂട്ടർ പോലെയുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം? സത്യത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെ വിനിയോഗിക്കുമ്പോൾ നാം കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കുകയാണ്. കാരണം കൊച്ചുനാളിലൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ 2 മലക്കുകൾ നമ്മുടെ എല്ലാ ചലനങ്ങളും രേഖപ്പെടുത്തുന്നു എന്ന് പറയാറുണ്ട്. ഞാനൊക്കെ കൊച്ചുകുട്ടിയാകുമ്പോൾ തമാശയായിട്ടെങ്കിലും തോന്നിയിട്ടുണ്ട്, ആ മലക്കുകൾ വരുന്ന ആ കെട്ടുകൾ എത്ര വലുതായിരിക്കും, ഞാൻ ഈ കാണിക്കുന്ന എല്ലാ വിക്രിയകളും രേഖപ്പെടുത്തണമെങ്കിൽ എത്ര വലിയ കെട്ടുമായിട്ട് വരണം നാളെ പരലോകത്ത്. പക്ഷേ ഇന്ന് സ്ഥിതി എന്താണ്?
അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് മറ്റൊരു പ്രസിഡന്റ് അധികാര കൈമാറ്റം നടത്തുമ്പോൾ കൊടുക്കുന്നത് തൻ്റെ സ്വന്തം പോക്കറ്റിൽ ഒതുങ്ങാവുന്ന ഒരു CD-യാണ്. മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന CD. ഒരു വൻകിട രാഷ്ട്രത്തിന്റെ മുഴുവൻ വിജ്ഞാനവും അടങ്ങുന്ന CD ഒരു പോക്കറ്റിൽ ഒതുക്കാവുന്ന ഒരു കൊച്ചു CD-യിൽ ഒതുക്കാമെങ്കിൽ നമ്മുടെ ഈ മനുഷ്യന്റെ ചലനങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് രേഖപ്പെടുത്താൻ എത്ര ചെറിയ സംവിധാനം മതി. അപ്പോൾ മോഡേൺ ടെക്നോളജി എത്ര കണ്ട് വളരുന്നുവോ അത്രത്തോളം നമ്മൾ ഇസ്ലാമിലേക്ക് ഖുർആനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. കാരണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നാനോ ടെക്നോളജി വന്നു. നാനോ ടെക്നോളജി ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. കാരണം ഏത് കാര്യങ്ങളെയും നാനോ ടെക്നോളജിയുടെ വളരെ ചെറുതായി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുക. കാരണം മുമ്പ് ഒരു വലിയ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പെട്ടിയാണ്, ഒരു മേശപ്പുറത്ത് വെക്കേണ്ട പെട്ടി. ഇന്ന് അത് മാറി. വേണമെങ്കിൽ ഒരു നോട്ട് ബുക്ക് പോലെ കൊണ്ടുപോയിട്ട് ചുമരിൽ പറ്റിക്കാവുന്ന ഒരു കടലാസ് കഷത്തിന്റെ കനമുള്ള ഒന്നാക്കി മാറ്റിയെടുത്തു. കാരണം ആ ടെക്നോളജി അങ്ങ് ചെറുതാക്കുകയാണ്. നാനോ ടെക്നോളജിയുടെ അനന്തമായ വളർച്ചയുടെ ഏറ്റവും ഒടുവിൽ അവർ പറയുന്നത് ടെലിപ്പോർട്ടിംഗ് ആണ്. ടെലിപ്പോർട്ടിംഗ് എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് ഒരാളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാവുമെന്ന്. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നില്ലെങ്കിൽ ഞാനിവിടെ മറ്റൊരു സ്ഥലത്ത് എനിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാനാകും, ഇവിടെ വരാതെ തന്നെ. ഇവിടെ സ്റ്റേജിൽ ഞാൻ വരും, നിങ്ങളുടെ മുമ്പിൽ നിൽക്കും, പക്ഷെ നിങ്ങൾ ഇവിടെ തടവി നോക്കിയാൽ ഞാൻ ഉണ്ടാകില്ല. സ്ക്രീനിലല്ല, എൻ്റെ ഇമേജിനെ തന്നെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കാൻ കഴിയുമെന്നാണ് അവരുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. നമ്മൾ വളരെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിറാജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഏറെ വിവാദങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. സഹാബത്തുൽ കിറാമിന്റെ ഇടയിൽ തന്നെ ഉണ്ടായി, ചർച്ചകളുണ്ടായി. അങ്ങനെ സാധ്യമാണോ? അങ്ങനെ സാധ്യമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് സാധ്യമാകുന്ന ടെക്നോളജിയുടെ ഓരോ ഘട്ടങ്ങളിൽ എത്തുമ്പോഴും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഇതൊക്കെ ഏറ്റവും എളുപ്പമാണ് എന്നിടത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ടെക്നോളജിയുടെ വളർച്ച വരുമ്പോൾ ടെക്നോളജിയുടെ വളർച്ച നമുക്ക് വലിയ ഗുണപരമായി മാറുന്നു. ആ വളർച്ചക്കനുസൃതമായി ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ലോകത്ത് ഏറ്റവും ആധുനികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം തേടുന്നു പലരും. അപ്പൊ നമുക്കറിയാം, ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കനത്ത ചൂടിലേക്ക് നമ്മൾ എത്തുകയാണ്. ലോകം മുഴുവൻ വലിയ വരൾച്ചയിലേക്ക് നീങ്ങുകയാണ്. ഈ വരൾച്ചയുടെ വലിയ പ്രതിസന്ധിയെ നേരിടാനുള്ള വഴികൾ എന്താണ്? നിങ്ങളുടെ ആ കൊച്ചു ലഘുലേഖ ഞാൻ വായിച്ചു. ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ലോകത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചൂട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം എന്തായിരിക്കും? ലോകത്ത് ചൂട് കൂടിയാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. പലർക്കും അത്ഭുതകരമാവും, എങ്ങനെയാണ് ഈ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കാണുന്നത്? എങ്ങനെയാണ് പ്രളയത്തിലേക്ക് ലോകമെത്തുന്നത്? കാരണം ആ പ്രളയത്തിലേക്ക് എത്തുന്നതാണ് നാം കാണുന്നത്. ലോകത്ത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തേക്കാൾ, ഏഷ്യ വൻകരയേക്കാൾ വലിപ്പമുള്ള വലിയ മഞ്ഞുകട്ടകളാണ് അന്റാർട്ടിക്കയിലുള്ളത്. വലിയ വലിയ മഞ്ഞുകട്ടകൾ അന്റാർട്ടിക്കയിൽ കിടക്കുകയാണ്. ആ മഞ്ഞുകട്ടകൾ ഉരുകുകയാണ്. ചൂടിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ മഞ്ഞുകട്ടകൾ ഉരുകാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? കടലിലെ ജലവിധാനം ഉയരും. കടലിലെ ജലവിധാനം ഉയർന്നാൽ കടലിലെ വെള്ളം കരയെ വിഴുങ്ങും. അതുകൊണ്ടാണ് മാലിദ്വീപിന്റെ ഭരണാധികാരികൾ ഓക്സിജൻ മാസ്ക് ധരിച്ച് ക്യാബിനറ്റ് യോഗം കടലിനടിയിൽ നടത്തിക്കൊണ്ട് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയത്, ഞങ്ങൾ ഇതാ മുങ്ങാൻ പോവാണ്, ഞങ്ങളെ രക്ഷിക്കണം. നാളെ കേരളത്തിൽ വരെ ആ ഭീഷണി ഒന്നും ഉണ്ടാകുകയില്ല. അവ ലോകത്തുണ്ടാകാൻ പോകുന്ന ചൂട് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മനുഷ്യൻ കാണിക്കുന്ന എല്ലാ വിക്രിയകളും അവിടെയാണ് നമ്മൾ കാണേണ്ടത്. പർവ്വതങ്ങളെ നമ്മൾ വേര് പറിച്ച് കളഞ്ഞു, ജലാശയങ്ങൾ നമ്മളെ തകർത്തു, മരങ്ങൾ നമ്മൾ വെട്ടിമാറ്റി. ഒരുപക്ഷെ ലോകത്ത് ഇത്രയേറെ മരങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയൊരു മതമില്ല. കാരണം നാളെ ലോകാവസാനമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈയുണ്ട്, എന്നാലും നിങ്ങൾ ആ മരത്തിന്റെ തൈ ഭൂമിയിൽ നട്ടിരിക്കണം. ഇതിനേക്കാൾ വലിയൊരു പ്രമാണ ലോകത്ത് എന്താണ് പ്രഖ്യാപിക്കാനുള്ളത്? നാളെ ലോകം അവസാനിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഒരു മരത്തിന്റെ തൈ ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ നട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രയേറെ പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു മതത്തെ വേറെ കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഒത്തുചേർന്ന് മരം വെച്ച് പിടിപ്പിക്കുക ലോകത്ത് പ്രഖ്യാപിച്ചു.
അപ്പൊ പ്രവാചക റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളും പരിശുദ്ധമായ ഖുർആന്റെ ദർശനങ്ങളെയും മുഖവിലക്കെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു ലോകത്ത്. അങ്ങനെ മുഖവിലക്കെടുത്തിരുന്നുവെങ്കിൽ ലോകത്ത് ഇന്നുണ്ടാകുന്ന ഈ മഹാവിപത്തുകൾ നമുക്കുണ്ടാകുമായിരുന്നില്ല. കാരണം ലോകത്തുണ്ടാകുന്ന ഏത് നേട്ടങ്ങളുടെ മുമ്പിലും ഖുർആൻ അതിൻ്റെ ഒരു വലിയ മുഖചിത്രം നൽകുകയാണ്. ഏത് വലിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ, അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചൊവ്വയിൽ പോയി വലിയ അത്ഭുതങ്ങൾ കണ്ടെത്തി ചൊവ്വയിൽ അയച്ച അമേരിക്കയുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം ചൊവ്വയിൽ കണ്ടെത്തിയത് പാറകളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായതിൻ്റെ അടയാളമുണ്ട് എന്നാണ്. പാറയിൽ മുമ്പ് വെള്ളം നിന്ന ചില അടയാളങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ വെള്ളമുണ്ടായാലോ ജീവനുണ്ടാകും. ആധുനിക ശാസ്ത്രം നമ്മോട് പറയുകയാണ്. ഖുർആൻ നമ്മോട് ഖുർആൻ നമ്മൾക്ക് 14 നൂറ്റാണ്ടുകളായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർളി കാനതാ റത്ഖം ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ശൈഇൻ അഫലാ യുമിനൂൻ എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് നമ്മൾ അവിടെ കെട്ടിവെച്ചിട്ട് റമളാൻ മാസത്തിൽ എടുത്തിട്ട് ഓതാൻ മാത്രമാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. ആകാശവും ഭൂമിയും ഒന്നായിരുന്നു, ഭൂമിയെ ഞാൻ വേർപ്പെടുത്തി ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നായിരുന്നു. ആകാശവും ഭൂമിയും ഒന്നായിരുന്നു. ഒരു ബിഗ് ബോൺ തിയറി ലോകത്തുണ്ട്. എല്ലാ ഗ്രഹങ്ങളും ഒന്നായിരുന്നു, ഇത് പൊട്ടിത്തെറിച്ചു, വ്യത്യസ്ത ഗ്രഹങ്ങളായി മാറി. ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നാണ്. ബിഗ് ബോൺ തിയറിയെ കുറിച്ച് ഖുർആൻ പറയുന്നു. മനുഷ്യന്റെ ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നാണെന്ന് പ്രഖ്യാപിക്കുന്നു. എവിടെയാണ് പിന്നെ ആ നിരീക്ഷണത്തിന് മുസ്ലിം ലോകം വൈകിയത്? അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. മുസ്ലിം ലോകത്തിന് ഈ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കും വൈകിയത് എവിടെയാണ്? അപ്പൊ ലോകത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ ഏത് നേട്ടങ്ങളാകട്ടെ, ആധുനിക ലോകത്തിന്റെ ഏത് ചലനങ്ങളാകട്ടെ, അവിടെയൊക്കെ പരിശുദ്ധ ഖുർആന്റെ അനന്തമായ അതിൻ്റെ ഖുർആന്റെ ദർശനങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ആധുനിക ലോകത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ പോലും അതിലേക്ക് വലിച്ചുകൊണ്ടുന്നതാണ്. ഏതൊന്നിനും സാമ്പത്തിക മാന്ദ്യമുണ്ടായി ലോകത്ത്. സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴും ലോകം എത്തിച്ചേർന്നത് എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ എന്ന് പറയാൻ പാടില്ല, അത്യാഗ്രഹങ്ങൾ. ആ അത്യാഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ പലിശയെപ്പോലും ഭയപ്പെടാതെ വാങ്ങിക്കൂട്ടിയ കടം, തിരിച്ചടക്കാൻ സാധിക്കാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ പതനം, ലോകം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലോകത്ത് നല്ലത് പലിശയില്ലാത്ത ഇസ്ലാമിക സാമ്പത്തിക രീതിയാണ്. കാരണം അവിടേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഒരു പതനം നമ്മുടെ മുമ്പിൽ കാണുമ്പോഴാണ്. അതുവരെ മനുഷ്യൻ അങ്ങോട്ട് എത്തുന്നില്ല. ഈ മഹാവിപത്തുകളെ മുഴുവൻ ലോകത്തുണ്ടാകുന്ന നഗരങ്ങളിലുള്ളവരും ഗ്രാമങ്ങളിലുള്ളവരും തമ്മിലുള്ള കാർഷിക രംഗത്തെ ഇടപാടുകളെ കുറിച്ച് വരെ വളരെ കൃത്യതയോടുകൂടി ഇസ്ലാം മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പ് നൽകുമ്പോഴൊന്നും നമ്മളത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടില്ല. ഊഹക്കച്ചവടത്തെ വിലക്കി. കാർഷിക വിളകൾ വിരിഞ്ഞു വരുന്നതിന് മുമ്പ് നിങ്ങളത് വിലയുറപ്പിക്കരുത്, ഊഹക്കച്ചവടം പാടില്ല, ഇത്ര ലാഭമുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഊഹക്കച്ചവടത്തെ ഇസ്ലാം ശക്തമായി വിലക്കിയപ്പോഴും ആ ഊഹക്കച്ചവടത്തിന്റെ കൂടെ പാഞ്ഞു നമ്മൾ. ലോകം തകർച്ചയുടെ വക്കിലേക്ക് എത്തുമ്പോഴാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നന്മകളെ നാം തിരിച്ചറിയുന്നത്. അവ മനുഷ്യന്റെ ജീവിതക്രമങ്ങളിൽ, മനുഷ്യന്റെ സാമ്പത്തികപരമായ മനുഷ്യന്റെ ചലനങ്ങളിൽ എല്ലാം പരിശുദ്ധമായ ഖുർആൻ മനുഷ്യനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകത്ത് ഈ വിപത്തിന്റെ വലിയ നാശങ്ങൾ നമുക്കിടയിലേക്ക് വരുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിലേക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ്. മനുഷ്യന്റെ നൈമിഷികമായ ജീവിതം, ഈ ജീവിതത്തിനിടയിൽ കുറഞ്ഞ കാലമാണ് നമുക്കുള്ളത്. ആ കുറഞ്ഞ കാലഘട്ടത്തിനിടയിലുള്ള മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ദർശനം നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും പരിശുദ്ധമായ ഖുർആന്റെ വീക്ഷണങ്ങളെയൊക്കെ പഴഞ്ചൻ എന്നൊക്കെ വിളിച്ച ആളുകളുണ്ട്. ഇന്ന് ലോകം എവിടെ എത്തി? ഞാൻ ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഞെട്ടിച്ച ഒരു മഹാദുരന്തം ഡൽഹിയിൽ അരങ്ങേറിയപ്പോൾ പരിശുദ്ധമായ ഖുർആന്റെ ശിക്ഷാവിധികളെ കാടത്തം എന്ന് വിളിച്ച ബുദ്ധിജീവികൾ ഒന്നിച്ച് പറഞ്ഞത് ഈ ശിക്ഷാവിധിക്ക് മാത്രമേ ലോകത്ത് ഇതിനൊക്കെ അമർച്ച ചെയ്യാനാകൂ എന്നാണ്.
ഖുർആന്റെ ശിക്ഷാവിധിക്ക് മാത്രമേ ഇതിനെ അമർച്ച ചെയ്യാനാകൂ. ഇത് മനസ്സിലാകേണ്ടത് ഇതിൻ്റെയൊക്കെ നന്മകൾ എന്താണെന്ന് തിരിച്ചറിയാൻ ലോകത്ത് ഇതിൻ്റെ മാതൃകകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ഒരു ജനതയെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാത്തിൻ്റെയും എല്ലാ ആഡംബരങ്ങളുടെയും കൂടെ ഓടുകയാണ്. മനുഷ്യൻ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ വിവാഹത്തിൻ്റെ ദൂർത്തുകളാകട്ടെ, നമ്മുടെ എല്ലാ വിധത്തിലും മുസ്ലിം സമൂഹത്തിൻ്റെ നന്മയുടെ മാതൃകളായി നിൽക്കേണ്ട മുസ്ലിം സമുദായം അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു വലിയ ദൗത്യമാണ് ഉണ്ടാകേണ്ടത്. ആ ദൗത്യം ഉണ്ടാകണമെങ്കിൽ വലിയ ബാധ്യത നമുക്ക് ഏറ്റെടുക്കണം. ബാധ്യത ഏറ്റെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ പോകുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഇതുപോലെയുള്ള ശാസ്ത്രപരമായ നേട്ടങ്ങളും പരിശുദ്ധമായ ഖുർആന്റെ നന്മകളെയും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്. തീർച്ചയായും ലോകത്ത് മാറുന്ന ഈ ഓരോ ദിനവും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ശാശ്വതമായ പരിഹാരം പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിന് നേരെ ലോകത്താർക്കും കണ്ണടക്കാൻ സാധിക്കില്ല. എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണത്. നമ്മെ വിമർശിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർക്കൊക്കെ യാഥാർത്ഥ്യങ്ങൾ അറിയാം. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകകളായി മനുഷ്യ സമൂഹത്തിലെ ഉത്തമ മാതൃകകളായി മുസ്ലിം സമുദായം മാറാൻ കഴിയുന്ന വിധാനത്തിലേക്ക് അതിനെ മാറ്റണം. അതാണ് മദീന നമുക്ക് നൽകിയ പാഠം. മദീനയുടെ ആ പാഠമാണ് ലോകത്ത് മുസ്ലിം സമുദായത്തിന് നൽകാനുള്ളത്. കാരണം മദീനയിൽ പ്രവാചകന്റെ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ യഥാർത്ഥ പൂർത്തീകരണം സാധ്യമാകുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു മദീന? അയൽവാസി മുസ്ലിമാണെങ്കിൽ സ്വത്തിൻ്റെ വില കൂടും, അയൽവാസി മുസ്ലിമാണെങ്കിൽ ഞാൻ സുരക്ഷിതനാണ്, അയൽവാസി മുസ്ലിമാണെങ്കിൽ എൻ്റെ അഭിമാനവും എൻ്റെ കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഇതര മതസ്ഥർ പോലും കരുതുന്ന ഒരു വിധാനത്തിലേക്കൊരു സമൂഹത്തെ മാറ്റിയെടുത്തു. ആ മാറ്റത്തിലേക്കൊരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതാണ്. അപ്പോൾ തീർച്ചയായും ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ ഖുർആന്റെ ദർശനം, ആ ദർശനത്തെ ജനസമക്ഷം സമർപ്പിക്കണമെങ്കിൽ താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം. വിശ്വാസപരമായി നമ്മുടെ അകക്കാമ്പ് അത് വളരെ പ്രധാനമാണ്. അതിനെ മാറ്റിയെടുക്കാതെ മറ്റൊരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് നമ്മുടെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം, സ്ത്രീകളിൽ നിന്ന് തുടങ്ങണം. നമുക്കെവിടെയും സംശയങ്ങളാണ്. നമ്മുടെ സ്ത്രീകളിൽ പോലും പലപ്പോഴും ഒരു വേഷവിധാനമാണെങ്കിൽ പലരങ്ങ് ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കും. ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ ഞാൻ പർദ്ദ അവഹേളിച്ചുകൊണ്ടുള്ള ലേഖനം വായിച്ചു. എനിക്ക് വലിയ അത്ഭുതകരമായി തോന്നിയത്, എന്തിനാണ് ഇത്ര പാടുപെട്ട് ഇങ്ങനെ അവഹേളനത്തിന് വഴി തേടുന്നത്? അതാ ഞങ്ങൾക്കറിയാത്തത്. ലോകത്ത് ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകർക്കുള്ള അവാർഡ് വാങ്ങിച്ചത് ആരാണ്? വനിതകളിൽ ഒരാൾ വാങ്ങിച്ചത് മദർ തെരേസയാണ്. മദർ തെരേസ ധരിച്ചത് എന്താണ്? വെളുത്ത പർദ്ദയല്ലേ. മദർ തെരേസയുടെ പർദ്ദ കറുപ്പല്ല എന്നേ ഉള്ളൂ. മുൻകൈയും മുഖവും ഒഴികെ ബാക്കി മുഴുവൻ മറച്ചുകൊണ്ടുള്ള വേഷവിധാനമാണ് മദർ തെരേസക്ക്. ആ വേഷവിധാനം ഒരു സാമൂഹിക പ്രവർത്തക എന്നുള്ള പ്രവർത്തനത്തിന് മദർ തെരേസക്ക് തടസ്സമായി നിന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് കന്യാസ്ത്രീകൾ പ്രവർത്തിക്കുന്നില്ലേ? ഓപ്പറേഷൻ തിയേറ്ററുകളില്ലേ? അവരുടെ വേഷവിധാനം തടസ്സമാകുന്നുണ്ടോ? പിന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വേഷവിധാനം വളരെ പേർ അവഹേളിക്കപ്പെടാനും ഈ അടുത്ത കാലത്ത് പോലും പർദ്ദയെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ലേഖനങ്ങളുമായി ഇറങ്ങിത്തിരിക്കാനും ഒക്കെ എന്തിനാണ് ഇത്ര പാടുപെടുന്നത്? അപ്പൊ നാം സാമൂഹികമായിട്ടുള്ള ചിലരുടെ ഉള്ളിലുള്ള ചില ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ടയല്ല നാം നോക്കേണ്ടത്. അതിനപ്പുറം നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ അതിന് മികച്ച മാതൃകളായി മാറണം. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെയും തിരുസുന്നത്തുകളെയും പരിശുദ്ധമായ ഖുർആനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സമൂഹം. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ കൊണ്ടുപോകരുത്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ അടുത്ത കാലത്ത് സ്ത്രീകളെ ഉള്ളതുകൊണ്ട് ഫാത്തിമ മുസഫറിൻ്റെ ഒരു കഥ ഉണ്ട് തമിഴ്നാട്ടിൽ. സ്ത്രീകളുടെ ഒരു യോഗത്തിൽ ഒന്നിച്ചിങ്ങനെ സ്ത്രീകളൊക്കെ ഇരിക്കുമ്പോൾ, കുട്ടികൾ ഇരിക്കുമ്പോൾ, ഒരു വിദ്യാലയത്തിലെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അത്ര അവർ തന്നെ ഒരു വേദിയിൽ പറഞ്ഞു. ആ കുട്ടികളോട് ചോദിച്ചത്രേ, നമ്മുടെ പ്രവാചകൻ ആരാണ്? അതിലൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ്. ഉടൻ തന്നെ വീണ്ടും വരെ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ജീസസ് ക്രൈസ്റ്റോ?
ആരാണ് ഈ കുട്ടിയുടെ ഉമ്മ? ആ സസ്യന് ഉമ്മ എഴുന്നേറ്റു. മനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ മറുപടി പറയുന്നത്? കുട്ടി ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. എന്നിട്ട് എന്താ നിങ്ങൾ ആ കുട്ടിക്ക് ദീനൊന്നും പഠിപ്പിച്ചു കൊടുക്കാറില്ലേ? ഉടൻ ഉമ്മ പറഞ്ഞു, ഞാൻ പലതവണ അവനോട് പറഞ്ഞതാണ് നമ്മുടെ നബി ഷെയ്ഖ് മൊഹീദ്ദീനാണെന്ന്, പക്ഷെ എന്താ കാര്യം, അവനത് ഉൾക്കൊള്ളുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറയുന്നത് ഉമ്മാക്കുള്ള വിവരമാണ്. ഉമ്മാക്ക് പ്രവാചകൻ ആരാണെന്ന് ഉമ്മാക്കുള്ള വിവരമാണ്. പിന്നെങ്ങനെ ഉമ്മാക്ക് ഇങ്ങനെ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും? ദീൻ എന്താണെന്ന് അറിയാത്ത പിതാവിനെങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പൊ വീട്ടിൽ നിന്ന് പിതാവിന് വിവരമുണ്ടാകണം, മാതാവിന് വിവരമുണ്ടാകണം, പരിശുദ്ധമായ ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, കഴിഞ്ഞു പോയ തലമുറക്ക് അള്ളാഹു ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് പഠിക്കാനുള്ള വിജ്ഞാനം പരിമിതമായിരുന്നു. കാരണം അവരെ പഠിപ്പിക്കാൻ വരുന്ന അന്ന് അവർക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ പരിമിതമായിരുന്നു. നാട്ടിലെ ഏതെങ്കിലും വിവരമുള്ള ഒരാൾ നൽകുന്ന പരിമിതമായ വിവരമായിരുന്നു അവരുടെ വിജ്ഞാനം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഖുർആൻ നിർദ്ദിഷ്ടമാക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. അത് CD-യിലൂടെ പഠിക്കണമെങ്കിൽ അതിന് സംവിധാനമുണ്ട്. ഇനി അതിനേക്കാൾ വലിയ സംവിധാനം ഭൂമിയിൽ വരുന്നു എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഒക്കെ എടുക്കണമെന്ന് തോന്നുന്ന ആളുകൾക്ക് അത് ചിപ്പിലാക്കിയിട്ട് ആ ചിപ്പ് ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന വിധമുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് മിനിഞ്ഞാന്ന് കുറച്ച് ദിവസം മുമ്പ് പത്രങ്ങളിൽ വായിച്ചത്. നാനോ ടെക്നോളജിയുടെ ഭാഗമായിട്ടൊരു ബയോ ചിപ്പ് വരുന്നുണ്ട്. ഇത്രയും മനുഷ്യനെ ഞരമ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിന്റെ വിരുദ്ധ ചിപ്പ് കൂടി വരുന്നു. സംഭവിച്ചേക്കാം. കാരണം ആ രീതിയിലേക്കാണ് ഇപ്പൊ മനുഷ്യന്റെ ചലനങ്ങൾ. ഞാൻ എല്ലാ ഇരുമ്പ് മറക്കുള്ളിലും നിന്നുകൊണ്ട് എന്ത് ചെയ്താലും എന്നെ പിടികൂടാനാവില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് ലോകം പോയില്ലേ? ലോകം പോയല്ലോ. ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികളുടെ കഴുത്തിൽ തൂക്കിയിട്ട് മൊബൈൽ ഫോൺ 4 നമ്പറാണ്. വീട്ടിലെ നമ്പർ, സ്കൂളിന്റെ നമ്പർ, പോലീസ് സ്റ്റേഷൻ നമ്പർ, അതുപോലെ 4 നമ്പർ ഉണ്ട്. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ നമ്പർ, ഒരു വീട്ടിലെ ആരെങ്കിലും നമ്പർ. ഈ നമ്പർ അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫോണ് തൂക്കിയിട്ടാൽ ഒരു പ്രത്യേകത എന്താണ്? ഈ കുട്ടിയുടെ ഫോണിന്റെ ആ ഒരു ബട്ടൺ അമർത്തിയാൽ ഏത് അപകടത്തിലാണെങ്കിലും ആ കുട്ടിക്ക് വീട്ടിലേക്ക് ഇൻഫോം ചെയ്യാൻ കഴിയും. നമ്പർ 1. നമ്പർ 2, ഈ ഫോൺ ആ കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ GPS ഉണ്ടെങ്കിൽ ഫോൺ ഓൺ ചെയ്താൽ ഈ കുട്ടി എവിടെയാണെന്ന് വീട്ടിലുള്ള നിങ്ങൾക്ക് കണ്ടെത്താനാകും. അപ്പൊ ഒരു മനുഷ്യന്റെ ചലനങ്ങൾ, ഒരു മനുഷ്യന്റെ യാത്രകൾ എവിടെയൊക്കെ പോകുന്നു എന്ന് മനുഷ്യന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ടെക്നോളജി വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കൊച്ചു വിക്രിയകളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് കണ്ടെത്താൻ വല്ല മാർഗമുണ്ടോ? എത്ര എളുപ്പമായിരിക്കും? വല്ല പ്രയാസങ്ങളുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിന്റെ ആ ഖുർആൻ ലോകത്തോട് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ഓരോ ദിനവും ഖുർആന്റെ ദർശനങ്ങളും ഖുർആന്റെ കാഴ്ചപ്പാടുകളും ശരിയാണെന്ന് ലോകം അംഗീകരിക്കുന്ന ഈ ഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആന്റെ നന്മകളെ ജനസമക്ഷം സമർപ്പിക്കാൻ സാധിക്കണം. അതിൻ്റെ ശാസ്ത്രീയമായ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കണം. ലോകത്തിൻ്റെ എല്ലാവർക്കുമുള്ളൊരു ധാരണ തിരുത്തണം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് പലർക്കും, മറ്റ് മതസഹോദരങ്ങൾക്ക് പോലും ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. അങ്ങനെ അവസരം കിട്ടുന്നവരൊക്കെ ഖുർആൻ യഥാർത്ഥ സത്തയോടുകൂടി ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മുഅ്ജിസാത്ത് ഖുർആൻ തന്നെയാണ്. ആ പരിശുദ്ധമായ ഖുർആനെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്ന വിധം നല്ല രീതിയിൽ തന്നെ ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ പ്രസംഗത്തിനിടയിൽ എനിക്ക് ഒരു ചെറിയ സമയം ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വന്നതിൽ അദ്ദേഹത്തോട് എനിക്കേറെ പ്രയാസമുണ്ട്. എനിക്കറിയാം, ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രഭാഷണത്തിനിടയിൽ ഈ സമയം അപഹരിക്കേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിൻ്റെ ഇന്നത്തെ പരിപാടിയുടെ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ
കാണിച്ചു തരുന്ന ഒരു ജീവിത കാഴ്ചപ്പാട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. നമ്മൾ എത്ര മനസ്സിലാക്കി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിൽ വിശുദ്ധ ഖുർആനിന് വലിയൊരു പങ്ക് നിർവഹിക്കുവാനുണ്ട്. ആ നിർവഹണം തന്നെയാണ് വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ദാഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഖുർആനിൻ്റെ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഞാൻ നേരത്തെ നമ്മുടെ എക്സിബിഷൻ കണ്ട് ഒരു സഹോദരൻ പ്രകടിപ്പിച്ച വേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്തത് എന്ന ചോദ്യം. അവിടെയാണ് സഹോദരങ്ങളെ സമഗ്രമായ ഒരു ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഖുർആൻ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ ഏതെങ്കിലും ഒരു വശത്തെ പരിഹാരമായി കാണുന്ന അപൂർണതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് മിക്ക ആളുകളുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും യഥാർത്ഥ കാരണം. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നെന്താ അറിയാം, ഇപ്പോൾ വെറും ഭക്തിയിലൂടെ മാത്രം ജീവിതത്തിലൊരു സമാധാനം കണ്ടെത്താമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും ദീർഘമായ രാത്രി നമസ്കാരങ്ങൾ, അതല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ ചെറിയ അപൂർണതയോ പ്രതിസന്ധിയോ അനുഭവിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഒരു മതപരമായ നിലക്കൊരു ജീവിതം നയിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു 10, 40, 50, 60 ദിവസം ഒഴിഞ്ഞ് വീടും കുടുംബവും ബിസിനസ്സും എല്ലാം ഇട്ട് എവിടെയെങ്കിലും പോയി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ഭൗതികമായ ജീവിതത്തിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ വെറും ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ജമാഅത്ത് നമസ്കാരങ്ങളുമായിട്ട് അങ്ങനെയാണ് ജീവിക്കുക. ഒരു പക്ഷേ ആ സമയത്തൊരു സംതൃപ്തിയും സമാധാനവും കിട്ടും. ആ സംതൃപ്തിയെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്, അങ്ങനെ ചെയ്താലേ ദീനുള്ളൂ, അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദീനില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഭക്തിയുടെ ഒരു വശത്തെ പരിഗണിക്കുമ്പോൾ എന്ത് ചെയ്യണം, 40 ദിവസം അയാളുടെ ഭാര്യ ഇശാ മുതൽ സുബഹി വരെ പേടിച്ചാണ് ഉറങ്ങുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ അസാന്നിധ്യം, എന്തൊക്കെയോ കാര്യങ്ങൾ വാപ്പയോട് പറയാനും പങ്കുവെക്കാനുമുള്ള മക്കൾ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും, നാളെ വന്നില്ലെങ്കിൽ മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ 30, 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പയോട് പറയാൻ അധികം ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ വലിയൊരു വശത്തെ അവഗണിച്ചുകൊണ്ടാണ് ഒരു വശത്തെ സ്വീകരിക്കുന്നത്. എങ്ങനെ പരിഹരിക്കും സഹോദരങ്ങളെ? 40 ദിവസത്തെ ഭൗതിക ജീവിതത്തിന് മാറി നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ ആത്മീയ നിർവൃതി, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തതായ ഒരു ഭക്തി ജീവിതത്തിൽ ഒരു പരിഹാരമായി കാണുന്നവന് ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ പറ്റൂ. എന്നും അവിടുന്ന് തിരിച്ചു വന്ന് നാട്ടിലെത്തിയാലും ജീവിതത്തിൽ ഒരു സന്തോഷത്തിൽ മുന്നോട്ട് പോകാന്നുള്ളത് അയാൾക്ക് പറ്റൂല. അയാൾ എന്നെക്കാളും നിങ്ങളെക്കാളും അധികം സമയം ദീനിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിലും ആ ചെലവാക്കിയ സമയം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ജീവിതത്തിൽ ഒരു ആസ്വാദനവും സന്തോഷവും സന്തുലിതാവസ്ഥയും സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ വേറെ ചില ആളുകൾ പരിഗണിച്ച എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ ദീനിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരും ഭക്തന്മാരും അടക്കം ഞങ്ങളെ എത്ര വലിയ ആദരവാണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്ന് പലപ്പോഴും സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പറയാറുണ്ട്. പലരുടെയും പ്രഭാഷണങ്ങളിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, ദീനാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ പണമാണെന്നോ, അവിടെ പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് മേലെ എന്ന് മനസ്സിൽ തോന്നാത്തവരില്ലെന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. എല്ലാം പൈസ ഉണ്ടെങ്കിൽ നടക്കുന്നതാണ്. പള്ളി ഉണ്ടാക്കാൻ പൈസ വേണ്ടേ? ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്കും പണം വേണ്ടേ? അപ്പോൾ പണം സമ്പാദിച്ചാൽ ജീവിതത്തിൽ ഇതൊക്കെ പരിഹരിക്കാം. ഇതൊരു തമാശയായി പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജീവിതം സമാധാനകരമാക്കാനുള്ളൊരു വഴിയായി സ്വീകരിച്ച ആളുകളുണ്ട്. നേരത്തെ ഭക്തിയുടെ വശം പറഞ്ഞ മാതിരി തന്നെ 40 പൈസ എല്ലാം ഒഴിവാക്കി പോയാൽ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നത് പോലെ തന്നെയാണ്. പണം ഉണ്ടോ, നല്ല വീടുണ്ടോ, നല്ല കാറുണ്ടോ, സൗകര്യമുണ്ടോ, ജീവിതത്തിൽ എന്താവശ്യപ്പെടുമ്പോൾ അതിന് പണത്തിൻ്റെ കുറവില്ലെങ്കിൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഈ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള എല്ലാം മറന്ന പോക്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന എന്താ? ഈ ഒരു വശം മാത്രം പരിഗണിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്വന്തം വീട്ടിലും സ്വന്തം വീട്ടുമുറ്റത്തും സ്വന്തം കുട്ടികളിലും അനുഭവിക്കുന്ന ഒരു കേവല സന്തോഷം ഉണ്ടല്ലോ,
അതുപോലും അനുഭവിക്കാൻ പറ്റാത്തൊരു ജീവിതാവസ്ഥയിലേക്കാണ് എടുത്തെറിയപ്പെടുന്നത്. ഒരു സമാധാനമില്ലാത്ത ജീവിതം. സ്വന്തം ഭാര്യയോട് പോലും മക്കളോട് പോലും മാന്യമായി ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അയാളും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാത്തത്? നിങ്ങൾ ഏതു വശം പരിഗണിച്ചാലും നമുക്കിത് കാണാൻ പറ്റും. വെറും ഭക്തിയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അവസ്ഥയോ മാത്രമല്ല, വിനോദങ്ങളെ കാണുന്ന ആളുകളുണ്ട്. വിനോദങ്ങൾ, എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടും. നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഗെയിം കളിക്കും. എപ്പോഴൊക്കെ ഒഴിവ് കിട്ടുന്നു ബസ്സിൽ കയറിയ ഗെയിം എപ്പോഴും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ മനസ്സിന് സന്തോഷം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ നിരന്തരമായ മ്യൂസിക്കുകളും പാട്ടുകളും കേൾക്കുമ്പോൾ അതിൽ ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ എന്തോ ഒരു നിർവൃതി തോന്നുന്ന പോലെ. അതുകൊണ്ട് അതിനൊരു അഡിക്ഷൻ എല്ലാ സമയത്തും. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ TV കണ്ടിരിക്കുന്നവരുണ്ട്. ഭക്ഷണത്തിൻ്റെയും ജോലിയുടെയും സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവനും TV കാണുന്ന ആളുകൾ. അതിങ്ങനെ ഓണാക്കിയതിന് മുന്നിൽ ഇരിക്കുമ്പോൾ ജീവിതത്തിന് നിർവൃതി കിട്ടുന്നത് പോലെ.